അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ കണമ്പിൻ്റെയൊക്കെ. ആ കണമ്പ് ഇന്നാണ് തിളപ്പിച്ചത്. ഞാൻ നന്നാക്കിയൊക്കെ വെച്ചിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ ഇന്ന് കണമ്പ് മാത്രം എടുത്ത് ഇന്ന് തിളപ്പിച്ചു. ഇനി പ്രാഞ്ഞീനും കൂടി ഇരിപ്പുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പ്രാഞ്ഞീനാണ്. പിന്നെ വൻപയറാണ്. വൻപയർ വെള്ളപ്പയറാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് കുറച്ച് നാളായി. അപ്പോൾ വൻപയർ വെള്ളപ്പയർ കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് മേടിച്ചതാണ്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോഴേ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ഉച്ചക്കത്താ ഒരു 2-3 കണമ്പൊക്കെ ഉണ്ട് കേട്ടോ. ഞാനത് വിനാഗിരിയിട്ടാണ് തിളപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കണമ്പ് എനിക്ക് വലുതാണ് കേട്ടോ, ബാക്കി 3-4 ചെറുതാണ്. ഒരു വറ്റയുണ്ട് കൂട്ടത്തിൽ. ഇപ്പം ഞാൻ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഒരു 5-6 പച്ചമുളക് കട്ട് ചെയ്ത് എല്ലാം ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് വാടട്ടെ. ഉള്ളി ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്, ചതച്ചെടുത്തിട്ടുണ്ട്. എന്നാലേ കറക്കി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. ഇനി പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണമ്പ് ഞാൻ ആദ്യമേ മാങ്ങ ഇട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അത് മാറ്റി വിനാഗിരിയിട്ട് തിളപ്പിക്കാമെന്ന് വിചാരിച്ചു. മുളക് നന്നായിട്ട് മൂക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും മുളകും എല്ലാം കൂടി ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തിളക്കട്ടെ. അപ്പം നമുക്ക് ചാറ് തിളച്ചാൽ നോക്കാം കേട്ടോ. ചാറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1-1.5 ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. മീൻ ഇതാണ്. അപ്പോൾ ഒരു കണമ്പ് വലിയ കണമ്പായിരുന്നു കേട്ടോ. അത് ഞാൻ 4 കട്ട് ചെയ്തു. 4 പീസുണ്ട്. നല്ല നെയ്യുള്ള കണമ്പായിരുന്നു കേട്ടോ. പിന്നെ ഒരു വറ്റയുണ്ട്. പിന്നെ 2-3 ചെറിയ കണമ്പുകളാണ്. നടുക്കൊന്നിങ്ങനെ രാഗിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ കറി വെക്കുമ്പോഴേ എല്ലാവരും ചോദിക്കാറുണ്ട് കൊടമ്പുളി ഇടിയലേ കൊടമ്പുളി ഇടിയലേന്ന്. ഇത് കൊടമ്പുളി ഇടാത്ത കറിയാണ്. ഇത് തിളപ്പിക്കണം എന്ന് പറയും. ഒന്നെങ്കിൽ തക്കാളി അല്ലെങ്കിൽ വിനാഗിരി ഇട്ട് ഇങ്ങനെ തിളപ്പിക്കും. ഞങ്ങളുടെ നാട്ടിലെ രീതിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ കറിയിൽ ഞങ്ങൾ കൊടമ്പുളി ഇടില്ല. കൊടമ്പുളി ഇട്ട് വെക്കണ കറി വേറെയാണ്. ഒന്നെങ്കിൽ തക്കാളി അല്ലെങ്കിൽ വിനാഗിരി, ഇതേതെങ്കിലും ഒന്നേ ഇടുള്ളൂ. അപ്പോൾ അത് മൂടി വെക്കാൻ. കണമ്പിനധികം വേവില്ല. തിളച്ചൊരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓഫാക്കാം. അപ്പോൾ നമുക്ക് കറി നോക്കാം. തിളച്ചിട്ടൊരു 5-8 മിനിറ്റ് ആയിട്ടോ. കണമ്പിനധികം വേവില്ല, ചെറിയൊരു വേവേ ഉള്ളൂ. ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പം മതി, ചാറൽപ്പേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ വിനാഗിരി ഇട്ട് വെച്ച കണമ്പ് കറി റെഡി ആയിട്ടാ. ഓക്കെ. അപ്പം നമ്മുടെ ഒരു സ്പെഷ്യൽ എന്താണെന്ന്, പച്ചക്കറി സ്പെഷ്യൽ എന്ന് പറയാൻ വൻപയറാണ് കേട്ടോ. വൻപയർ എടുത്താൻ പോണേണ്.
അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ പയർ ഞാൻ 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിൽ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ വൻപയർ കൂട്ടിയിട്ടൊക്കെ കുറേ നാളായി. വെള്ളപ്പയറാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കട്ടെ, അധികം വേവില്ല, നല്ലതാണ്. വെള്ളപ്പയർ കിട്ടി, അങ്ങനെ വെച്ചതാണ്. അപ്പോൾ വെളുത്തുള്ളി ഇത്തിരി അധികം ഇടും കേട്ടോ വൻപയറിൽ, ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാകാതിരിക്കാനേ. വെളുത്തുള്ളി ഇത്തിരി അധികം ഇടുന്ന ടേസ്റ്റുമാണ്. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടി ഇടുന്നുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി. മുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. പയറിട്ട് കൊടുക്കാം. ഒന്നങ്ങാട് വറ്റിക്കോട്ടെ. അപ്പോൾ നമ്മുടെ പയറുകറി റെഡി ആയിട്ടോ. ചെറിയൊരു ഗ്രേവിയോടുകൂടി എടുത്തേക്കണത്. ഇപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഇത് കട്ടയാവും കേട്ടോ. ഒരു അടിപൊളി കറിയാണത്. പയറ് കറി റെഡിയായി. ഓക്കെ, കഴിക്കാം. അപ്പോൾ ഉണ്ടല്ലോ, ഒരു കണമ്പ് വലുതായിരുന്നു കേട്ടോ. അത് ഞാൻ ചെറുതാക്കി 4 പീസാക്കി റെഡിയാക്കി കേട്ടോ. അപ്പോൾ അതിൻ്റെ തലയാണ്. അയ്യോ, തലയാങ്ങോട്ട് അമ്മണ കേട്ടോ. ഒരല്പം ചാറെടുക്കാം. പിന്നെ വൻപയറാണ്. വൻപയർ പെട്ടെന്ന് വേകണ പയറായിരുന്നു. 2 മണിക്കൂറോളം ഞാൻ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷമാണ് കുക്കറിൽ വേവിച്ച് റെഡിയാക്കിയത് കേട്ടോ. ഈ വൻപയറിനെ ഒന്ന് എടുക്കട്ടോ, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. കണമ്പാണ്. കണമ്പിന് മുട്ടയില്ലെന്ന് എനിക്ക് തോന്നുന്നു. മുട്ട കാണാനില്ല കേട്ടോ. മുട്ടയിടാത്ത കണമ്പാണെന്ന് തോന്നുന്നത്. മാംസം നോക്കട്ടെ. നെയ്യുണ്ടായി, നല്ല നെയ്യുള്ള കണമ്പായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ എനിക്ക് തലയാണല്ലോ ഇഷ്ടം, അതുകൊണ്ടാണല്ലോ തലയമേ കയറി പിടിച്ചത്. അപ്പം ഇതെപ്പോഴും പറയാറുണ്ട്, ചേച്ചിക്ക് ഇഷ്ടമില്ലാത്ത വല്ലതും ഉണ്ടാകും. ചിലതൊക്കെ ഉണ്ട് ഇതാ, ഞാൻ പറയാട്ടാ, എൻ്റെ ഇരുന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ്. കണമ്പ് വിനാഗിരി ഇട്ട് തിളപ്പിച്ചത്, വൻപയർ ഒലുത്തിയത്, ഇതാണ് കറി. പിന്നെ ഇത്തിരി അച്ചാറെടുക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിച്ചോ? അപ്പോൾ എല്ലാവരും ജാൻസി സ്പെഷ്യൽ എന്ന് ഓർത്തേക്കണേ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ലൈക്ക്, കമൻറ്റ്. ഓക്കെ.